ശത്രുരാജ്യങ്ങളുടെ അത്യാധുനിക ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളെ ആകാശത്തുവെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള മൾട്ടി ലേയേർഡ് ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ കവചത്തിന്റെ രണ്ടാംഘട്ട പരീക്ഷണങ്ങൾ ഇന്ത്യ വിജയകരമായി പൂർത്തിയാക്കി. രാജ്യത്തിന്റെ പ്രതിരോധ സുരക്ഷയ്ക്ക് വൻ നാഴികക്കല്ലാകുന്ന ഈ നേട്ടത്തോടെ ഇത്തരം അത്യാധുനിക പ്രതിരോധ സാങ്കേതികവിദ്യ കൈവശമുള്ള ലോകത്തിലെ ഏറ്റവും പ്രമുഖ രാജ്യങ്ങളുടെ എലൈറ്റ് ക്ലബ്ബിൽ ഇന്ത്യയും ഇടം പിടിച്ചു. രാജ്യത്തിന്റെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO 11 ജൂൺ 10 തീയതികളിലാണ് ഈ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ നിർണായകമായ അവസാനഘട്ട വികസന പരീക്ഷണങ്ങൾ നടത്തിയത്. അന്തരീക്ഷത്തിനുള്ളിലും പുറത്തും ഇന്റർസെപ്റ്റർ മിസൈലുകൾ. അന്തരീക്ഷത്തിനു ഉള്ളിലും അന്തരീക്ഷത്തിനു പുറത്തുമായി വെച്ച് ശത്രു മിസൈലുകളെ ഫലപ്രദമായി തടയാൻ ശേഷിയുള്ള 2 വ്യത്യസ്ത ഇന്റർസെപ്റ്റർ മിസൈലുകളാണ് ഈ പരീക്ഷണത്തിൽ പ്രയോഗിച്ചത്. തുടർച്ചയായി നടത്തിയ 3 ഫ്ലൈറ്റ് ടെസ്റ്റുകളിലും ഇന്റർസെപ്റ്റർ മിസൈലുകൾ അവയുടെ ലക്ഷ്യങ്ങളെ കൃത്യതയോടെ തകർത്തു. ഇതിനൊപ്പം ഒഡീഷ തീരത്ത് നടത്തിയ മൾട്ടി ലേയേർഡ് പ്രതിരോധ സംവിധാനത്തിന്റെ പരീക്ഷണത്തിൽ ഒരേസമയം അതിവേഗത്തിലുള്ള ആളില്ലാ വിമാനങ്ങളെയും മൾട്ടികോപ്റ്റർ ഡ്രോണുകളെയും കണ്ടെത്തി തകർക്കാൻ ഇന്ത്യയ്ക്കായി. ഇതിൽ പുതിയ ലേസർ അധിഷ്ഠിത ആയുധങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ സ്വയംപര്യാപ്തതയിലേക്കുള്ള പ്രധാന ചുവടുവെപ്പായ ഈ ചരിത്ര നേട്ടത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് DRDOയെയും ശാസ്ത്രജ്ഞരെയും അഭിനന്ദിക്കുകയും പരീക്ഷണ ചിത്രങ്ങൾ തന്റെ എക്സ് പോസ്റ്റിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു. മിസൈൽ പ്രതിരോധ പദ്ധതിയുടെ വിവിധ ഘട്ടങ്ങൾ. മിസൈൽ പ്രതിരോധ പദ്ധതി പ്രധാനമായും 2 ഘട്ടങ്ങളിലായാണ് വികസിപ്പിച്ചിരിക്കുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അന്തരീക്ഷത്തിനുള്ളിൽ വെച്ച് മിസൈലുകളെ തകർക്കുന്ന പൃഥ്വി ഡിഫൻസ് വെഹിക്കിൾ, അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് എന്നിവ ഉൾപ്പെടുന്ന ഈ ഘട്ടം മുമ്പ് പൂർത്തിയായിരുന്നു. രണ്ടാം ഘട്ടം AD-1, AD-2 എന്നീ ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഉപയോഗിച്ച് അന്തരീക്ഷത്തിനു പുറത്തുവെച്ച് മിസൈലുകളെ തകർക്കുന്നതാണ് ഈ ഘട്ടം. മൂന്നാം ഘട്ടം ഹൈപ്പർസോണിക് ആയുധങ്ങളെയും ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ആണവമുനകൾ തൊടുക്കാൻ കഴിയുന്ന മിസൈലുകളെയും നേരിടാനായി മൂന്നാം ഘട്ടത്തിന് DRDO തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇതിനായി എന്നീ പുതിയ മിസൈലുകൾ വികസിപ്പിക്കും. ചരിത്ര പശ്ചാത്തലവും റഡാർ സാങ്കേതികവിദ്യയും. 1998-ൽ പാകിസ്ഥാൻ നടത്തിയ ആണവ പരീക്ഷണത്തിനും ഈ മേഖലയിലെ ചൈനയുടെ അതിവേഗത്തിലുള്ള മുന്നേറ്റങ്ങൾക്കും പിന്നാലെ 1999-ലാണ് ഇന്ത്യ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ പദ്ധതിക്ക് ഔദ്യോഗികമായി തുടക്കം കുറിക്കുന്നത്. ഈ പ്രതിരോധ കവചത്തിന്റെ ഏറ്റവും നിർണായക ഘടകം ഇസ്രയേലിന്റെ സഹായത്തോടെ വികസിപ്പിച്ച തദ്ദേശീയ റഡാർ സാങ്കേതികവിദ്യയാണ്. 2000കളുടെ മധ്യത്തിൽ ഇസ്രായേലിന്റെ ആരോ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമായ ഗ്രീൻ പൈൻ ലോങ് റേഞ്ച് റഡാറിന്റെ വകഭേദമായി ഇന്ത്യ സോഡ്ഫിഷ് റഡാർ സ്വന്തമാക്കിയിരുന്നു. ദീർഘദൂരത്തിലുള്ള ലക്ഷ്യങ്ങളെ കൃത്യമായി നിരീക്ഷിക്കാൻ ശേഷിയുള്ള ഈ ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് റഡാറിനെ അടിസ്ഥാനമാക്കി ഇതിലും ഉയർന്ന ദൂരപരിധിയും ശേഷിയുമുള്ള പുതിയ തദ്ദേശീയ റഡാർ സംവിധാനങ്ങൾ വികസിപ്പിക്കാൻ DRDOയ്ക്ക് സാധിച്ചിട്ടുണ്ട്. കപ്പൽവേധ മിസൈലിന്റെ കന്നി പരീക്ഷണം. ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണത്തിനൊപ്പം തന്നെ നാവികസേനയുടെ ഇടത്തരം ദൂരപരിധിയുള്ള കപ്പൽവേധ മിസൈലിന്റെ നാവൽ ആന്റിഷിപ്പ് മിസൈൽ ആദ്യ കന്നി പരീക്ഷണവും DRDO വിജയകരമായി പൂർത്തിയാക്കി. നാവിക പ്ലാറ്റ്ഫോമിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ഈ മിസൈലിന് സമുദ്രത്തിൽ വെച്ച് ശത്രുരാജ്യങ്ങളുടെ യുദ്ധക്കപ്പലുകളെ ലക്ഷ്യമിട്ട് റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ വളരെ താഴ്ന്നു പറക്കാനും കടലിലെ ലക്ഷ്യങ്ങളെ കൃത്യതയോടെ തകർക്കാനും സാധിക്കും. ചുരുക്കത്തിൽ ഒരേസമയം വ്യോമസമുദ്ര അതിർത്തികളിൽ ഒരേപോലെ പ്രതിരോധം തീർക്കാൻ ശേഷിയുള്ള സാങ്കേതികവിദ്യകളാണ് ഈ പരീക്ഷണങ്ങളിലൂടെ ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ സുരക്ഷാ കവചം പ്രവർത്തിക്കുന്നത്? ഈ കവചം പൂർണ്ണ സജ്ജമാകുന്നതോടെ മിസൈൽ വിക്ഷേപണ വാഹനങ്ങൾ, പ്രത്യേക ദീർഘദൂര റഡാറുകൾ, ലോഞ്ച് കൺട്രോൾ സെന്ററുകൾ, മിഷൻ കൺട്രോൾ സെന്റർ എന്നിവ രാജ്യത്തിന്റെ വിവിധ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലായി സ്ഥാപിക്കും. വിവിധ സ്ഥലങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ള ഈ ഘടകങ്ങളെല്ലാം അതീവ സുരക്ഷിതമായ ഒരു ആശയവിനിമയ ശൃംഖല വഴി പരസ്പരം ബന്ധിപ്പിക്കും. ശത്രുരാജ്യങ്ങളുടെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളെയും ഭൂഖണ്ഡാന്തര മിസൈലുകളെയും കൃത്യമായി നിരീക്ഷിച്ച് സെക്കൻഡുകൾക്കകം തകർത്തു തരിപ്പണമാക്കാൻ ഈ രീതിയിലുള്ള സജ്ജീകരണത്തിലൂടെ ഇന്ത്യയ്ക്ക് സാധിക്കും.